ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് നാളായിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ്. ഗാലറിയിൽ കിടന്ന് പൊടി പിടിച്ചു തുടങ്ങി. ഇതൊരു മുടക്കുള്ള ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് മമ്മിയും ഉണ്ടായിരുന്നു, മാമിയും ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു പോക്കാണ്. റീലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മമ്മീനെയും മാമേനെയും ഫ്രണ്ടിനെയും എല്ലാവരും കൂടി വിളിച്ചിട്ട് വന്നേക്കണേ. എല്ലാവരും കൂടി കളിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ കളിക്കുന്നതിനായിട്ടും കൂടുതൽ എനിക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കണതാണ് ഇഷ്ടം. അങ്ങനെ ഇവരോടൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നേക്കണേ. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് സിറ്റി സെൻറ്ററിലേക്കാണ്. മാമ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് റൗണ്ട് ചെയ്തിട്ട് വരാമല്ലോ എന്ന്. അപ്പോൾ അവിടെ ഒരു ചായക്കട കണ്ടപ്പോൾ പിന്നെ അവിടുത്തെ ചേച്ചീനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ചേച്ചി. അപ്പോൾ ഞങ്ങൾ വേഗം ചായ കുടിക്കാൻ കയറി. അങ്ങനെ ഒരു ഓംലേറ്റും 2 കടിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ജസ്റ്റ് ഒന്ന് കറങ്ങി കടകളിലൊക്കെ ജസ്റ്റ് കയറണമെന്നുള്ള, പക്ഷെ ഒന്നും മേടിക്കണില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ നോക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൗണ്ടിലേക്ക് വന്നു. റൗണ്ടിലാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്തേക്കണേ. ഇത് നല്ല ഭംഗിയുണ്ടെന്ന് വിചാരിക്കും, നല്ല പ്രായമുണ്ട്. ഇതെന്റെ മമ്മി സുന്ദരിയ, ഇതെന്റെ ഒരു ഫ്രണ്ട്. ഞാൻ അങ്ങനെ ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നേരെ റീൽ എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തിട്ട് വേഗം തന്നെ റീൽ എടുത്തു. കാരണം മഴ അങ്ങനെ വന്നു പോലതിനായിരുന്നു. അങ്ങനെ റീലൊക്കെ എടുത്തു കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങൾക്കൊന്ന് ഫുഡ് കഴിക്കാൻ തോന്നി. പിന്നെ പുറത്തിറങ്ങി നമ്മൾ പുറത്തൊന്ന് ഫുഡ് കഴിക്കണമല്ലോ. ഞാൻ റീൽ എടുക്കാൻ നിർബന്ധിച്ച് വന്നുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കാണ്ട് ഒരു സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് മേടിച്ച് കൊടുക്കണമല്ലോ, നമ്മൾ നിർബന്ധിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പൂമുന്നത്തുള്ള ഓവൻ ഷവായിലാണ് കയറി. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ഫുഡ്, വലിയ സംഭവമായിട്ട് പറയാനായിട്ടൊന്നുമില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കയറുന്നോണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യണമല്ലോ എല്ലായിടത്തും ഫുഡ്. പിന്നെ ആദ്യം കിട്ടിയ സൂപ്പ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അതൊന്നും പറയാല്ലേ, നല്ല സൂപ്പായിരുന്നു. പിന്നെ നമ്മൾ ഷവായി മന്തിയാണ് പറഞ്ഞത്. അതും ഒരു ആവറേജ് ആണ്, വലിയ സംഭവമായിട്ട് പറയാനൊന്നുമില്ല, വലിയ ഹൈപ്പൊന്നും പറയാനില്ല, ഒരു ആവറേജ് ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വയറൊക്കെ നിറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ വെച്ച് ശോഭയിലേക്ക് പോയാലോ എന്നൊരു ചെറിയ പ്ലാൻ ഇട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിന്നെ ശോഭയിലേക്കാണ് പോയത്. ഗായ്സ്, അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോ ശോഭയിലേക്ക് പോവാണ്. നേരെ അടുത്ത ചെലവ് നമ്മുടെ സിമ്മാമ്മയുടെ വകയാണ്. നമുക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ചിരുന്ന പറഞ്ഞേക്കണേ. ഡ്രൈവ് ഇഷ്ടമായി ഞങ്ങൾക്ക്. അടിപൊളി ഡ്രൈവ്. ജെനുവിനായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പോരാ, നല്ല അഡ്ജസ്റ്റ്. ഡ്രൈവർ കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അതെ, ഡ്രൈവർ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ എൻജോയ്മെന്റ് ഫുള്ളും നന്ദി പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് അവരെ കാണിച്ചു. എന്തെങ്കിലും പറയാം. ചെരുമുടക്ക് ദിവസം കിട്ടുന്നത് നമുക്ക് ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഒരു എല്ലാരും എൻജോയ് ചെയ്യാം, എല്ലാരും ഫുഡ് കഴിക്കാൻ പോവാ. പക്ഷെ എന്നാ കുഞ്ചി മോള് വന്നതുകൊണ്ട് അവളുടെ ഡ്രൈവിലാണ് ഞങ്ങളിപ്പോ ശോഭയിലേക്ക് അടുത്തതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായി, പ്രതീക്ഷിക്കാണ്ട് നിലവായി. പിന്നെ അവള് നന്നായി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അന്ന് പൈസ തിരിച്ചെടുക്കുക. സിമ്മിമേമയാണ് നമുക്ക് ഫുഡൊക്കെ മേടിച്ചു തന്നേക്കണത്. ഇപ്പൊ പേയ്മെന്റ് ചെയ്ത് വരുന്നേരം അത് എന്റെ അക്കൗണ്ടിലേക്ക് ഉണ്ടാവും, അത്ര തന്നെ. അങ്ങനെ ഞങ്ങളുടെ ശോഭ എത്താറായി. പിന്നെ ശോഭയ്ക്ക് ഇങ്ങനെ കാൽ വെച്ചോണ്ടിരിക്കുക, കാറിന്റെ ടയർ വെച്ചോണ്ടിരിക്കുക. ശോഭയുടെ ഫ്ലാറ്റ് ശോഭ അവിടെ കേട്ടോ. ശോഭയുടെ ഫ്ലാറ്റുകളാണ് കാണുന്നത്. തൃശ്ശൂർക്കാരൊരു വിധാനമാണ് ശോഭ. ആയിരുന്നു ഇപ്പൊ ഹൈലൈറ്റിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും തൊട്ടടുത്തായ കാരണം ഞങ്ങൾക്ക് എന്തിനെളുപ്പം ഞങ്ങളുടെ ഹൈലൈറ്റ് ആണ്.
പറപ്പൂരെത്തണ്ട, ഇങ്ങടൊന്ന് വളയാ. എങ്ങോട്ട് വളയ? ഇവിടെ ഒന്ന് യൂട്ടേൺ ഉണ്ട്, യൂട്ടേൺ നടിച്ചിങ്ങോട്ട് കയറാ. സിമി മാം മറ്റേ മാപ്പ്. ചില്ലുക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത കാരണം ആർക്ക് ലൈഫ് ഇൻഷുറൻസ് അല്ലേ പോണത്. ഇത് കൊണ്ടില്ല നമ്മള്. ഓ അങ്ങനെ ഞങ്ങള് ശോഭാനി ഒരാള് പിടിച്ചിട്ടാണ് ഗൈസ്. എന്റെ കുറ്റങ്ങളൊന്നുമില്ല, ചേട്ടന് കണ്ണും മൂക്കും വായൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ചെവിയും. പ്രയോറിറ്റി കൂടുതൽ. പിന്നെ ഗൈസ് എല്ലാവരും എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കൂടി പറഞ്ഞു കൊടുക്കുക. എന്റെ മമ്മി സിമി മാമാ. ഞങ്ങളുടെ മോളുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാ. എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെടട്ടെ നീ. ഒരു ലൈക്കിനും ഒരു കമന്റിനും ഒരു വ്യൂവിനും അത്ര വാല്യൂ ഗൈസ്. നമ്മൾ ശോഭ സിറ്റി എത്തിയിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ കളിയാക്കലിനും തർക്കിക്കലിനും ഒക്കെ ശേഷം ഞങ്ങൾ ശോഭയിൽ എത്തിയിട്ടാ. ഞാനും മാമിയും കണ്ടു കഴിഞ്ഞ് ഇതുപോലെ തന്നെയാണ്, ചൊറിഞ്ഞുകൊണ്ടിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയിട്ടാ. പിന്നെ ഞങ്ങൾ പ്രത്യേക ഒരു ആവശ്യത്തിനല്ല ശോഭയിൽ വന്നത്, ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട്. കാരണം ഞങ്ങൾ പൂങ്ങുന്ന വരെ എത്തിയില്ല ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ചുള്ള ശോഭയിലേക്ക്, അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി ടൈം സ്പെൻഡ് ചെയ്യാലോ, വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഇവിടെ വെറുതെ കറങ്ങി നടക്കാന്നുള്ളൊരു പ്ലാൻ മാത്രം. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കും നല്ല ഹാപ്പിനെസ്സാണ്, നമ്മുടെ കൂടെയുള്ളവർക്കും നല്ല ഹാപ്പിനെസ്സാണ്. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതുപോലെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇതൊക്കെ അങ്ങനെ എല്ലാവർക്കും കിട്ടണ ഒരു ഭാഗ്യമൊന്നുമല്ലല്ലോ, നമ്മുടെ ഫാമിലി ആയിട്ട് പോവാനും ഒക്കെ ഉള്ളത് അങ്ങനെ എല്ലാവർക്കും കിട്ടണ ഒരു ഭാഗ്യമൊന്നുമല്ല. അപ്പം എല്ലാവരും അതിന് ടൈം കണ്ടെത്തണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അവൾക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു, അവൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നു. പിന്നെ അവൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പോവാം എന്നുള്ളൊരു പ്ലാനായി. കാരണം അത്യാവശ്യം ടൈമായിരുന്നു, ഒരു 4:30-5 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കും വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ നമ്മളധികം ഇനി ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങാന്ന് വെച്ചു. പോണ വഴി ഞങ്ങൾക്ക് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാണ് ഉണ്ടായത്. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ കുറേ പേരുണ്ട് നമുക്ക് പറയാനായിട്ട്. പക്ഷെ ഇങ്ങനെ കൂടെ നടക്കാനൊന്നും നമുക്ക് അവരെപ്പോഴും അവൈലബിൾ ആയിട്ടില്ലല്ലോ. അങ്ങനെ എൻ്റെ മമ്മിയും മാമിയും ഇവളായാലും ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് പോലെയാണ് എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. അവരുടെ കൂടെ ഇത്ര നേരം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയും ചെയ്തു, അവരും ഹാപ്പി ആയിട്ടാ. അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു ഡേ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ അവസാനിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.